പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും സംസ്ഥാന വ്യാപകമായി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്നലെ ഒരിടത്തും ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ CIT ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. കോടതി പറയാതെ പിന്നോട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. AV ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, ഈ ടെസ്റ്റ് ബഹിഷ്കരണം അത് ഇന്നും തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. എന്താണ് ആവശ്യങ്ങളൊപ്പം തന്നെ ഇന്ന് കേസിൽ ഇടക്കാല വിധിയും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ? അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും ആലോചിക്കുന്നത്. ടെസ്റ്റുമായി ഒരു വിധത്തിലും സഹകരിക്കില്ല എന്ന നിലപാടിലാണ് സംഘടനകൾ ഉള്ളത്. CIT ഉൾപ്പെടെ ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് വാഹനങ്ങൾ വിട്ടു നൽകില്ല, ഒപ്പം ടെസ്റ്റിനുള്ള സ്ഥലവും മറ്റും വിട്ടു നൽകുന്നതിലും ഇവർക്ക് വിയോജിപ്പുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. ഇന്നും സമാനമായുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. എന്തായാലും നിലവിൽ ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇത് പൂർണ്ണമായും പിൻവലിക്കാതെ തങ്ങൾ സഹകരിക്കില്ല എന്ന നിലപാട് മന്ത്രി ഉൾപ്പെടെ ഇവർ അറിയിച്ചു. എന്നാൽ സർക്കാർ നിലപാട് ഇത്തരത്തിലുള്ള നിലവിലിറക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞത് കോടതിയുടെ ഏതെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറാം, കോടതി ഉത്തരവ് വരട്ടെ എന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. എന്തായാലും കോടതി ഉത്തരവ് അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തെ വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഭാവി എന്നത് ഉറപ്പാണ്. എന്തായാലും ഇത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കേണ്ട നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒപ്പം സംഘടനകളും ഉള്ളത്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.